2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. എന്ത് അട്ടിമറിയും സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിൽ ത്രികോണ പോരാട്ടങ്ങൾ നിരവധി നടക്കാനായിട്ടുള്ള പല നിയമസഭാ മണ്ഡലങ്ങളും നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്. അതിൽ ഏറ്റവും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അതായത് തൃശ്ശൂരിൽ എന്ത് അട്ടിമറിയാണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്? ത്രികോണ പോരാട്ടം നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ തൃശ്ശൂരിൽ ഇത്തവണ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പലതരത്തിലുമുള്ള അട്ടിമറി നീക്കങ്ങളും സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിനെ സംബന്ധിച്ച് 13 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാനായി പോകുന്നത്? തീർച്ചയായിട്ടും പല രീതിയിലുള്ള സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെയും ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, സർവേ റിസൾട്ടുകൾ, കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴത്തേക്കും ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, നാട്ടിക, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, പുതുകാട്, ചാലക്കുടി, കയ്പമംഗലം, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയും സംഭവിക്കുന്ന അട്ടിമറികൾ എന്താണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. ഇതിൽ പലയിടങ്ങളിലും ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ ഒരു എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDFിൻ്റെ ഒരു തരംഗമായിരുന്നു. LDF ഭൂരിഭാഗം സീറ്റുകൾ നേടുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളെന്ന് പറയുന്നത്. എന്നാൽ UDFന് കാര്യമായ നേട്ടമൊന്നും തന്നെ 2021 നേടാൻ സാധിച്ചില്ല. BJPക്കും സീറ്റുകളൊന്നും തന്നെ ലഭിച്ചില്ലായിരുന്നു. അത് 2024 ആയപ്പോൾ തകിടം മറിഞ്ഞു. BJP വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമുണ്ടാക്കി അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കി, ഒരു MP അവിടെ ഉണ്ടായി. 2025 അവസാനമായപ്പോഴത്തേക്കും UDFും നേട്ടമുണ്ടാക്കി. UDF കോർപ്പറേഷൻ LDFിൽ നിന്നും പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇത് 2026 ആകുമ്പോഴത്തേക്കും LDFിന് ഏത് തരം മാറ്റമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? 2021 നേടിയ ആ ഒരു മുൻതൂക്കം 2026 നിലനിൽക്കുമോ അതോ അടിപതറുമോ? നമുക്ക് ഓരോ സ്ഥലങ്ങളായി തന്നെ നോക്കാം. ഗുരുവായൂർ എടുക്കുകയാണെങ്കിൽ ഗുരുവായൂരിൽ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ UDF, LDF, BJP ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ അടിസ്ഥാനമാക്കിയായിരിക്കും വോട്ടിൻ്റെ ഒരു അട്ടിമറി നീക്കമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രവചനാതീതമായി മാറാൻ പോകുന്ന ഒരു സ്ഥലമായിട്ട് ഗുരുവായൂർ മാറുന്നു. അതായത് UDF, LDF, BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, നിലവിലത്തെ സാഹചര്യത്തിൽ UDFന് മുൻതൂക്കം നേരിയ തോതിൽ കാണുന്നു എന്നുള്ളത് എടുത്തു പറയണം. ഇനി മണലൂരിലേക്ക് വരുമ്പോഴത്തേക്കും മണലൂരിൽ നിലവിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വോട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അട്ടിമറിക്കപ്പെടാം എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഒരു ത്രികോണ പോരാട്ടം അവിടെ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയും ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അതായത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. ഇനി ഒല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടമായി മാറും. അവിടെയും BJP വോട്ടുകൾ നിർണായകമാകും. കാരണം BJPക്ക് വോട്ടുകൾ കൂടും, UDFനും നേരിയ തോതിൽ വോട്ടുകൾ കൂടും, LDFിൻ്റെ വോട്ടുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവിടെ തീർച്ചയായിട്ടും നിൽക്കുന്ന സ്ഥാനാർത്ഥി അത് തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിരിക്കും. UDF, LDF ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. BJP ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത്. തൃശ്ശൂരിൽ കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. BJPക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ നിലവിൽ LDF ആണെങ്കിൽ പോലും അവിടെ ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കും. BJP വോട്ടുകൾ കൂടും, UDF വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. LDF വോട്ടുകൾ പരമാവധി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഒരു അട്ടിമറി വിജയം അവിടെ UDFോ BJPയോ നേടാനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇനി നാട്ടികയിലേക്ക് വരുമ്പോഴത്തേക്കും നാട്ടികയിൽ വളരെ കടുത്തൊരു പോരാട്ടം നടക്കുമെന്നുള്ളത് വ്യക്തം തന്നെയാണ്. അവിടെ തീർച്ചയായിട്ടും BJP വോട്ടുകൾ തന്നെയായിരിക്കും നിർണായകം. കാരണം BJP വോട്ടുകൾ എത്രത്തോളം കൂടും അതായിരിക്കും LDF, UDF വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഇരിഞ്ഞാലക്കുടയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വോട്ടുകൾ പരമാവധി നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം തന്നെ ഉണ്ടാവും. അവിടെ
LDFിന് നേരിയ തോതിലൊരു മുൻതൂക്കം കാണുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുകയും അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇനി പുതുകാടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ തീർച്ചയായിട്ടും UDF LDF പോരാട്ടമായി കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ BJP വോട്ടുകൾ നിർണായകമായി മാറും. BJP നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടുത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം. ഒരു അട്ടിമറി നടത്താനായിട്ട് BJPക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് പുതുകാട് കാണുന്നു. പക്ഷേ എങ്കിൽ പോലും UDF LDFിന് തന്നെയാണ് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നത്. ഇനി നേരെ ചാലക്കുടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും ഒരു 50-50 ചാൻസ് കാണുന്നുണ്ടെങ്കിൽ പോലും UDFിന് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും. കയ്പമംഗലത്ത് നിലവിൽ LDF ആണ്. LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും. LDF വോട്ടുകൾ കുറയും. വടക്കാഞ്ചേരിയിലേക്ക് വരുമ്പോഴത്തേക്കും LDF ആണ് നിലവിൽ. LDF തന്നെ അത് നിലനിർത്താൻ സാധ്യത കാണുന്നുണ്ടെങ്കിൽ പോലും LDF വോട്ടുകൾ പരമാവധി കുറയാൻ സാധ്യതയുണ്ട്. അവിടെ UDF വോട്ടുകൾ കൂടുകയും BJP വോട്ടുകളും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു അട്ടിമറി അവിടെയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കുന്നംകുളം അവിടെ LDF ആണ് നിലവിൽ. അവിടെ LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി ചേലക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും ചേലക്കരയിൽ നിലവിൽ LDF ആണ്. അവിടെ LDF വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. BJP വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതേസമയം UDF വോട്ടുകൾ അവിടെ വലിയ തോതിൽ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. അവിടെ നേരിയ തോതിലൊരു മുൻതൂക്കം നിലവിലും LDFിലാണ് കാണുന്നത്. പക്ഷേ BJP വോട്ടുകൾ അവിടെ പരമാവധി കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി മൊത്തത്തിലുള്ള ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇതിൽ പലതും LDFിന് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതായത് LDFിന് ഇപ്പോഴുള്ള സീറ്റുകളിൽ നിന്നും 5ലേക്കോ 6ലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6ഓ 7ഓ സീറ്റ്, അതിനപ്പുറം എന്തായാലും LDFിന് പോകാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനി UDFിലേക്ക് വരുമ്പോഴത്തേക്കും UDFിന് സീറ്റുകൾ കൂടുമെന്നുള്ളത് വ്യക്തമാണ്. നിലവിലുള്ള സീറ്റുകളെക്കാട്ടിലും 3 സീറ്റുകളെങ്കിലും കൂട്ടാനായിട്ട് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് മാക്സിമം ഒരു 5 സീറ്റുകളെങ്കിലും UDFിന് അവിടെ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനി BJP സംബന്ധിച്ചിടത്തോളം BJPക്ക് നിലവിലുള്ള സീറ്റുകളൊന്നും തന്നെ ഇല്ലെങ്കിലും BJPക്ക് 2 സീറ്റുകളിൽ അവിടെ വിജയസാധ്യത കാണുന്നുണ്ട്. പക്ഷേ അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ അടിസ്ഥാനമാക്കിയായിരിക്കും വിജയപരാജയങ്ങളൊക്കെ തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് UDF ആയാലും BJP ആയാലും LDF ആയാലും. അതിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ തീർച്ചയായിട്ടും കടുത്ത ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനും സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും ഈ ഒരു സർവേ റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ LDFിന് തിരിച്ചടി ഉണ്ടാകും. വോട്ടുകൾ പലയിടത്തും കുറയും, സീറ്റുകളും കുറയും എന്ന കാര്യത്തിൽ സംശയമില്ല. UDFിന് സീറ്റുകൾ കൂടും, വോട്ടുകൾ കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്കായാലും വോട്ടുകൾ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സീറ്റുകളുടെ കാര്യത്തിലായാൽ പോലും വിജയസാധ്യത നിലനിൽക്കുന്ന സീറ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ സർവേ റിസൾട്ടുകളെ പോലെയാണോ കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്, അതോ ഒരു അട്ടിമറി മുന്നേറ്റം 2021 കണക്ക് തന്നെ 2026 LDFിന് സാധ്യമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.